ഹലോ മക്കൾസ്, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 5ാം ക്ലാസ്സുകാരുടെ സയൻസിലെ ചാപ്റ്റർ 2 ആണ്. അപ്പോൾ എവേ ഫ്രം ഡിസീസസ്. ഓക്കെ, അതൊരു വലിയൊരു ചാപ്റ്ററാണ്, പക്ഷെ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ എവേ ഫ്രം ഡിസീസസ് അതിൽ ഫസ്റ്റ് പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡോക്ടർ ഒരു കുട്ടീനെ ഇങ്ങനെ ചികിത്സിക്കുന്ന കാണാനൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ തന്നിട്ടുണ്ട്, ആ ഡോക്ടർ പറയുകയാണ് ഈ കുട്ടിക്ക് വൈറൽ ഫീവർ ആണ്. അപ്പോൾ വേറെ ആരെങ്കിലും വീട്ടിൽ വല്ലവർക്കും വൈറൽ ഫീവർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ് അനിയത്തിക്ക് വൈറൽ ഫീവർ ആയിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് അനിയത്തിക്കും ഉണ്ട്, ഈ കുട്ടിക്കും വന്നു. അപ്പോൾ എന്താ പകരുന്ന അസുഖങ്ങൾ, അതാണ് പറഞ്ഞത് പകരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അതാണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കബിൾ. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ, പുതിയ വാക്കുകളായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ? കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് അസുഖം പകരും. അപ്പം അങ്ങനത്തെ പകർച്ചവ്യാധികൾ പറയില്ലേ, പകരുന്ന അസുഖങ്ങളെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുക. നോൺ കമ്മ്യൂണിക്കബിളോ നോൺ കമ്മ്യൂണിക്കബിൾ എനിക്കുണ്ടെങ്കിലും പകരില്ല, അങ്ങനെ പകരാത്ത ഡിസീസസിനെ പറയുന്ന പേരാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ എക്സാമ്പിൾസ് പറയുന്നത്? ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി എന്ന് പറയുന്നത്, ജോണ്ടിസ് എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് പറയാം, ഏതൊക്കെ അസുഖങ്ങൾ നമുക്ക് പകരുന്ന പറയാം? ചിക്കൻ പോക്സ് പകരില്ലേ, ചിക്കൻ പോക്സ് പറയാം. പിന്നെ ഏതൊക്കെ നമുക്ക് പറയാം പകരുന്ന? ഇത് വരുമ്പോൾ മലേറിയ, അതൊക്കെ നമുക്ക് പകരുന്ന അസുഖങ്ങളിൽ ഇവിടെ പെടുത്താം. ഈ പകരാത്ത അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസർ എന്ന് വെച്ചാൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആൾ എടുത്തിരുന്നാലോ അതാക്കിയാലോ ഒന്നും ക്യാൻസർ പകരില്ല. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിളിൽ വരുന്നതാണ് ക്യാൻസർ പറയുന്നുണ്ട്. പിന്നെ ഡയബറ്റിസ് പകരാത്തൊരു അസുഖമാണ്. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് പറയാൻ വരുന്നത്? പിന്നെ നമുക്ക് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്, കാർഡിയോവസ്കുലർ, ഹൃദയത്തിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പകരില്ല. അപ്പം പകരുന്ന ഡിസീസസിനെ പറയുന്ന പേര് എന്താണ്? കമ്മ്യൂണിക്കബിൾ. ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പകരുന്ന ഡിസീസിനെ പറയുന്നത് കമ്മ്യൂണിക്കബിൾ. പകരാത്ത ഡിസീസിനെ പറയുന്നത്, ഒരാൾക്കുണ്ടെങ്കിൽ പകരാത്ത ഡിസീസിനെ പറയുന്ന പേരാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് പേജസിൽ അവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പാൻഡമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നീല പെട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പാൻഡമിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കൺട്രി, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല നമുക്ക് കൊറോണ വന്ന സമയത്ത് എല്ലാവരും ആദ്യം വന്നത് ചൈന അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം ഒരു കൺട്രിയിൽ അത് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കൺട്രിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ കൺട്രീസിൽ ഇങ്ങനെ സ്പ്രെഡ് ആവും. അങ്ങനെ സ്പ്രെഡിങ് നടക്കണം എന്ന് പറയുന്നത് പാൻഡമിക് ആണ്. ഇറ്റ്സ് എ പാൻഡമിക്. കോവിഡ് ഇസ് എ പാൻഡമിക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തുണ്ടായി, അത് പിന്നെ വേറെ കൺട്രീസിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനെ പാൻഡമിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ വരുമ്പോൾ കൊടുത്തിട്ടുള്ളത് പാത്തോജൻസിനെ കുറിച്ചാണ്. എന്താണ് പാത്തോജൻസ് എന്ന് വെച്ചാൽ? പാത്തോജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയാണ് ഈ പനി സംഭവങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം, പനി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ പറയും മഴ കൊണ്ടിട്ടാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അല്ല, അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചില ബാക്ടീരിയ, ചില ഫംഗസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവണില്ല അത് ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം വെച്ചിട്ട് അത് ഭയങ്കര മൈന്യൂട്ട്, അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാത്ത സാധനങ്ങളാണ് ഈ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ശരീരത്തിൽ ഉള്ളിൽ കയറുന്ന ഇങ്ങനെ ഈ അസുഖം കോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ പറയുന്ന പേരാണ് പാത്തോജൻസ്. പാത്തോജൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ഓർഗാനിസംസിലെ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനത്തെ ബാക്ടീരിയ, ഫംഗസ് എന്താണ്? വിച്ച് കോസസ് ഡിസീസസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ അവർ നേക്കഡ്. നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അങ്ങനത്തെ ഓർഗാനിസം, ഈ അസുഖങ്ങൾ നമ്മൾ ഉണ്ടാവുന്ന അവർക്ക് ആ മൈക്രോ ഓർഗാനിസംസിനെ പറയുന്ന പേരാണ് എന്തുട്ട്? പാത്തോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ അസുഖങ്ങൾ കോസ് ചെയ്യുന്നവരാണ്, പക്ഷെ നല്ലവരായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, നല്ലവരായിട്ടുള്ള ബാക്ടീരിയ, നല്ലവരായിട്ടുള്ള ഫംഗസ്, നല്ല നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുന്നവരും അതിലുണ്ട്. പക്ഷെ എല്ലാവരും പൊട്ടയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതുപോലെ ഒരു ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, പക്ഷെ നമുക്ക് അസുഖം കോസ് ചെയ്യുന്നതല്ല, അത് ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷണം വരൂലേ, ആ ഭക്ഷണത്തിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നവരും നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടൂലേ, നമ്മുടെ ഈസ്റ്റിലൊക്കെ ഇടുന്ന അതൊക്കെ എന്താണ്? അത് ഇതുപോലത്തെ കാറ്റഗറി ഉള്ളത്. പക്ഷെ അവർ നമ്മളെ ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മളത് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് ഡിസീസ് കോസ് ചെയ്യാതെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും അസുഖം കോസ് ചെയ്യുന്നവരല്ല, ചിലവർ നല്ലവരായിട്ടുള്ളതുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അടുത്ത പേജിൽ വരുമ്പോൾ 29 ദ വേൾഡ് ഓഫ് ഫംഗസ്. ഫംഗസ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കുറച്ച് ദിവസം ഒരു ബ്രെഡ് എടുത്ത് കുറച്ച് നനച്ചിട്ട് കുറച്ച് ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കളർ, വേറൊരു കളർ വരും. ആ സംഭവം ഫംഗസ് ആണ്. ഫംഗസ് വരുന്നത് അപ്പോൾ ഡ്രസ്സിൽ, അപ്പോൾ നമ്മൾ ബ്രെഡ് മോൾഡ്, അതുപോലെ തന്നെ ബ്ലാക്ക് മോൾഡ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫംഗസിൽ അസുഖങ്ങൾ കോസ് ചെയ്യുന്ന കുറച്ച് ഫംഗസിന്റെ പേരുകളോട് കൊടുത്തിട്ടുണ്ട്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. ഇങ്ങനെ അത് പഠിക്കണമെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇങ്ങനത്തെ കുറച്ച് ഫംഗസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ നമുക്ക് ഫംഗസിന് നല്ല ഒരു ഇപ്പോൾ എഡിബിൾ കഴിക്കുന്നതുണ്ട്. ഇപ്പോൾ മഷ്റൂം ഒക്കെ ഇല്ലേ, അത് നമ്മൾ എഡിബിൾ, അതൊക്കെ ഫംഗസിൽ പെടുന്നവരാണ്. അത് കഴിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വന്നത് ഹൗ ഡിസീസസ് സ്പ്രെഡ്. എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? അവിടെ ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അസുഖം വന്നു, ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു, അതെങ്ങനെയാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത്? എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക. ഇപ്പം നമ്മൾ അയാൾ എടുത്തിരിക്കുന്നു, അപ്പോൾ അങ്ങനെ അത് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയും. പിന്നെ അതല്ലാണ്ട് സ്പ്രെഡ് ചെയ്യുന്ന വേറെ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ കൊതുക്, ഈച്ച. അതായത് നമ്മൾ പറയും ചോറൊന്നും തുറന്ന് വെക്കരുത്, കാരണം ഈച്ച വരും. അതെന്താ ഈച്ച വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പം, കാരണം ഈച്ച ഇങ്ങനെ വേസ്റ്റിലൊക്കെ ഇരുന്നിട്ട് അതുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അത് ഭക്ഷണത്തിലേക്ക് വരും, നമ്മളത് കഴിക്കും, നമുക്ക് പിന്നെ അസുഖം വരും. പിന്നെ അതുപോലെ തന്നെ കൊതു ഇപ്പോൾ ഒരാൾക്ക് പനിയായിട്ടിരിക്കാൻ നിൽക്കുക, അയാളെ കൊതു പോയി കടിച്ചിട്ട് പിന്നെ നമ്മൾക്ക് വരുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു അസുഖം നമുക്കും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓർഗാനിസംസ് അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ, അസുഖങ്ങൾ കോസ് ചെയ്യുന്നവരെ പറയുന്നത് പാത്തോജൻസ്. ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ പറയുന്ന പേര് വെക്റ്റർ എന്നാ പറയുക, വെക്റ്റേഴ്സ്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറഞ്ഞ പേരാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് വരുമ്പോൾ അതായത് പേജ് നമ്പർ 30 നിങ്ങൾക്കൊരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഹൗ മൈക്രോ ഓർഗാനിസം എൻ്റർ ദ ബോഡി ആൻഡ് ഡിസീസസ്. എങ്ങനെയാണ് ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്, എന്തൊക്കെ അസുഖങ്ങളാണ് കോസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞ വെക്റ്റർ നമ്മൾ പറഞ്ഞില്ലേ, വെക്റ്റർ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറയുന്നതാണ്. ത്രൂ വെക്റ്റേഴ്സ് നോക്കാം. ത്രൂ വെക്റ്റേഴ്സ് ഇപ്പോൾ ഡെങ്കിപ്പനി എന്നൊക്കെ പറയുന്നത് കൊതുക്. അപ്പോൾ മുകളിൽ എഴുതാം മോസ്കിറ്റോ എന്ന് എഴുതാം. അവിടെ നമ്മൾ സൈഡിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇവിടെ എന്ത് കൊടുക്കുക, മോസ്കിറ്റോ എന്ന് എഴുതാം. പിന്നെ കൊതുക് കോസ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങൾ ഏതൊക്കെയായിരിക്കും? കൊതുക്, ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് കൊതുക് കോസ് ചെയ്യുന്നതാണ്. പിന്നെ എന്താ മലേറിയ, ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഡെങ്കിപ്പനിൻ്റെ ഇടയിൽ ചിക്കൻ ഗുനിയ എന്ന് എഴുതാം, മലേറിയ എന്ന് എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻസ്, മനുഷ്യന്മാർ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ലെപ്രോസി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്താ എഴുതാം, പ്ലാഗ് എന്ന് പറഞ്ഞിട്ട്, പ്ലാഗ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട്, അത് അടിയിൽ എഴുതാം. പിന്നെ ബേർഡ്സിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഏവിയൻ ഇൻഫ്ലുവൻസ, ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറയാൻ പറഞ്ഞാൽ നമ്മൾക്ക് എന്താ എഴുതാം, ഫ്ലൈ, അതായത് ഈച്ച ഒരു വെക്ടറാണ്. ഈച്ച എന്തൊക്കെ പറയാൻ നമുക്കറിയാം, ടൈഫോയിഡ് ഈച്ച അല്ലേ, ടൈഫോയിഡ്, കോളറ, ഈ രണ്ടെണ്ണം എഴുതാം. ടൈഫോയിഡ്, കോളറ, ഇത് രണ്ടും എന്ത് എഴുതാം, ഈച്ചയുടെ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് അടുത്ത ബോക്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇങ്ങനെ പ്രാണികളൊക്കെ ഒരാളിൽ നിന്ന് വന്നിട്ട് മറ്റൊരാൾക്ക് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത് വെക്റ്റേഴ്സ് വഴി. വെക്റ്റേഴ്സ് അല്ലാതെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ സോയിൽ. ഇപ്പം നമ്മൾ മണ്ണിൽ നമ്മൾ ചെരുപ്പ് ഇടാണ്ട് നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ വല്ല ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ എന്താ വേംസ് ഡിസീസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ വഴി പറഞ്ഞു ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. അതായത് പറഞ്ഞില്ലേ, ഒരാൾക്ക് പനി ഉണ്ടെങ്കിൽ അയാളെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്യൂബർക്കുലോസിസ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ എന്ത് എഴുതാം, എയറിലൂടെ നമുക്ക് ഇൻഫ്ലുവൻസ, ജലദോഷം സാധനങ്ങളൊക്കെ അതിൽ പെടുത്തും. പിന്നെ അതുപോലെ വാട്ടർ ഫുഡ്, ടൈഫോയിഡ് വാട്ടർ ഫുഡാണ്. പിന്നെ വേറെ എന്താ, അമീബിയാസിസ് എന്ന് പറയുന്ന ഒരു സംഭവം, അമീബിയാസിസ്. ഓക്കെ, അപ്പോൾ ഞാൻ സൈഡിൽ കൊടുക്കാം, അത് നോക്കി നിങ്ങൾ അവിടെ ആ ബോക്സ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ, നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു വെക്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്, ഇങ്ങനെ അസുഖങ്ങൾ ക്യാരി ചെയ്യുന്ന, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ക്യാരി ചെയ്യുന്നത്. ഇപ്പോൾ കൊതു, ഈച്ച, വവ്വാലൊക്കെ വരാം. ഇവരൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി when the surroundings become പൊല്യൂട്ടഡ്, സറൗണ്ടിങ്സ് പൊല്യൂട്ടഡ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും കൊതുവൊക്കെ വരാൻ കാരണം എന്താണ്, നമ്മളിപ്പോൾ പറയും വെള്ളം തുറന്ന് വെക്കുന്നതുകൊണ്ടാണ് അതിൽ കൊതുക് പെരുകിയിട്ട് കൊതു വരാൻ കാരണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗം അഴുക്കാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, കൊതുക് വരും, ഈച്ച വരും, എലി വരും. ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണ്, നമ്മുടെ ചുറ്റുപാടും വൃത്തിയില്ലാത്തതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൗസ് ഫ്ലൈ എങ്ങനെ വരും, അതായത് ഈച്ച വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്.
ഈച്ച വരാനുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാം ഹ്യൂമൻസിൻ്റെ ഈച്ച, ഹ്യൂമൻസിൻ്റെ ഫീക്കസ്, ഗാർബേജ്, അതുപോലെ തന്നെ അങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ എവിടെയാണോ അവിടെയാണ് കാണാൻ പറ്റുന്നത്. ഈച്ച പിന്നെ മുട്ടയിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കില്ല, അവിടെയാണ് ഇടുന്നത്. അപ്പോൾ മെയിനായിട്ട് മനുഷ്യന്മാർ ഇങ്ങനെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടുന്നോടത്തായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്, ഈച്ച ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതായിട്ട് മോസ്കിറ്റോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം റാറ്റ് എന്ന് പറയുന്നതും ഗാർബേജ് അതുപോലെ തന്നെ ഫുഡിന്റെ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും ആരുണ്ടായിരിക്കുന്നതും റാറ്റും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ലെറ്റസ് കൺട്രോൾ മോസ്റ്റ്ലി കൊതുകിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൊതുകിനെ എന്ത് നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ചുറ്റുപാട് നല്ല ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊതുകൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യുക? അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നതൊക്കെ അതിനെ തടഞ്ഞു നിർത്തുക. പിന്നെ ഈ ആവശ്യമില്ലാത്ത പുല്ലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറിച്ച് കളയുക. അതുപോലെ തന്നെ നല്ല വെള്ളമൊക്കെ ഡ്രെയിൻസ് ഒക്കെ എന്താണ് നല്ല ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ ആക്കി മാറ്റുക. അതായത് ഇങ്ങനെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊതുകിനെ ഇതാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൊതുക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വാതിലും ജനലും അടച്ചിടുക. പിന്നെ അതുപോലെ തന്നെ കൊതുകുതിരി, അതുപോലെ തന്നെ എന്താ കൊതുകിന്റെ ബാറ്റ്, അതൊക്കെ ഇല്ലേ അങ്ങനത്തെ സാധനങ്ങൾ, അതായത് മോസ്കിറ്റോ റെപ്പലൻസ് എന്ന് പറയാം, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നല്ല എന്താ പറയുക കൊതുക് കഴിക്കാത്ത അങ്ങനത്തെ ടൈപ്പുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാം. വിയർ ക്ലോത്ത് പറയാം. പിന്നെ എന്താ വെള്ളം ഹോൾഡ് ചെയ്യുന്നതിന് അങ്ങനത്തെ എന്താ പറയുക വെള്ളം ഹോൾഡ് ചെയ്യുന്നതൊക്കെ മാറ്റി നിർത്തുക. അതായത് വെള്ളം അങ്ങനെ കെട്ടി നിർത്തുക, സ്റ്റാഗ്നന്റ് വാട്ടേഴ്സ് അങ്ങനത്തെ വെള്ളത്തിന് കെട്ടി നിർത്താതിരിക്കുക. ഓക്കെ, അതാണ് ആ ഒരു പേജിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുമ്പോൾ നെക്സ്റ്റ് പേജ് വരുമ്പോൾ പേജ് നമ്പർ 33 നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന ഡിസീസിനെ എങ്ങനെ നിർത്താം അതിന് പറയുന്നത് യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. അതായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ കഴുകിയിട്ട് കഴിക്കുക, അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. കീപ്പ് ഫുഡ്, അതായത് നമ്മൾ ഭക്ഷണങ്ങൾ മൂടി വെക്കുക. പിന്നെ പറഞ്ഞത് നമ്മൾ ചൂടുവെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ഫുഡിലൂടെ വരുന്ന അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാണ് എയറിലൂടെ വരുന്നതാണെങ്കിൽ എങ്ങനെ തടഞ്ഞു നിർത്താം. അതായത് ഇങ്ങനെ ഇപ്പോൾ വയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കും. ഇപ്പോൾ ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ മാസ്ക് അയാളെടുത്ത് പോകുമ്പോൾ മാസ്ക് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒന്ന് വൃത്തിയായിട്ട് നടക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മണ്ണിലൂടെ വരുന്ന അസുഖങ്ങൾ എങ്ങനെ തടഞ്ഞു നിർത്താം. ഒന്നാമത് നമ്മൾക്ക് പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ഇപ്പോൾ നമുക്ക് വല്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ട അവിടെ നിന്ന് എത്താതിരിക്കാറ് അവിടെ നിന്ന് ഈ ബാക്ടീരിയ ഒക്കെ നമുക്ക് മുറിവിലേക്ക് കയറും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൈയും കാലൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക. നമുക്ക് അഴുക്കാൻ തോന്നുമ്പോൾ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് മാത്രമാണോ അസുഖം വരാം? അല്ല, ചെടികൾക്കും വരാം, മൃഗങ്ങൾക്കും വരാം, എല്ലാവർക്കും ഈ അസുഖങ്ങൾ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൃഗങ്ങളുടെ കട പട്ടിയുടെ അതുപോലെ തന്നെ കുറച്ച് അസുഖം വന്ന ആൾക്കാരുടെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് വരുന്നുണ്ട്, അസുഖം വരുന്നുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമാണോ ഈ അസുഖങ്ങൾ വരുന്നത്? അല്ല, എല്ലാവർക്കും അസുഖം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ചെടികളുടെ ഇത് കൊടുത്തിട്ടുണ്ട്, ചെടികളിൽ അസുഖം വന്നിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ അസുഖങ്ങളൊക്കെ മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൽ ഏതൊക്കെയാണെന്നുള്ള നിങ്ങൾ ടിക്ക് ഇടാൻ പറയണം. ഫസ്റ്റ് നമുക്ക് വായിക്കാം. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമാണോ കൈ കഴുകേണ്ടത്? അല്ല, അവിടെ ഒരു ക്രോസ് ഇടുക. കാരണം നമുക്ക് കൈ അഴുക്കായെന്ന് തോന്നുമ്പോൾ എപ്പോഴാണോ അപ്പോൾ കൈ പോയി കഴുകണം. ഇനി അപ്പോൾ ഫസ്റ്റത്തത് ക്രോസ് ആണ്. പിന്നെ രണ്ടാമത്തെ ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്. അതെ, രാത്രിയൊന്നും പല്ല് തേക്കുക, അത് ടിക്ക് ഇടുക. പിന്നെ മൂന്നാമത്തെ ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. കൈമത്തെയും കാലുമത്തെയും നഖം വെട്ടരുത് എന്നാണ് പറഞ്ഞിട്ടില്ല, അല്ല വെട്ടണം. അപ്പോൾ അവിടെ ക്രോസ് ഇടുക. പിന്നെ യൂസ് ഫുഡ് വെയേഴ്സ് വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്ത് നടക്കുമ്പോൾ ചെരുപ്പ് ഇടണം, അതെ ടിക്ക് ഇടുക. പിന്നെ ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ ഗ്വാൻഡ് ബൈ ബേർഡ്സ്. പക്ഷികൾ കഴിച്ച അങ്ങനത്തെ കടിച്ചിട്ടൊക്കെയുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്, അപ്പോൾ അവിടെ വെട്ടിടുക. പിന്നെ ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. അതെ ശരിയാണ്, കാരണം തുറന്നു വെച്ചിരിക്കുന്നത് മാക്സിമം തുറന്നു വെച്ചിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പുറത്ത് എന്താ പറയുക പബ്ലിക് പ്ലേസിലൊന്നും തുപ്പാതിരിക്കുക. പിന്നെ ബാത്ത് ഡെയിലി ഒന്നും കുളിക്കുക. ഓക്കെ, അപ്പോൾ അത് ടിക്കിടുക. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചിട്ട് നിങ്ങളത് ടിക്കിടുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ? ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റിയുടെ മലയാളം പ്രതിരോധ ശക്തി. നമുക്ക് പറയാം പ്രതിരോധ ശക്തി ഞങ്ങൾക്കറിയാം. എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ ഒരു ഒരു പുറത്തുനിന്ന് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ അസുഖം കോസ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രതിരോധ ശക്തി ഉണ്ട് അവരെ എതിർക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു പ്രാവശ്യം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അത് വരൽ കുറച്ച് ഇതായിരിക്കും,
ഇപ്പോൾ പറയാം ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വരുള്ളൂ എന്ന് പറയും. കാരണം എന്താ, രണ്ടാമത് ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു സാധനം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അറിയാം അവരെങ്ങനെ എതിർത്ത് തീർക്കാം പറ്റുമെന്ന് അറിയാം. അപ്പം അതിനാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓൾറെഡി ഉള്ള ഒരു സംഭവത്തിന് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. പക്ഷെ ചിലതുണ്ട്, അതായത് ചിലത് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ സമയത്ത് നമ്മുടെ ശരീരത്തിന് അതിന് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും പോയിട്ട് ഇഞ്ചക്ഷൻ അല്ലേ, കോവാക്സിന് കോവിഡ്ഷീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, അത് നമ്മുടെ ശരീരത്തിന് അതിനെ എന്താ പറയുക എതിർക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ കൂടി ഹെൽപ്പ് വേണം. അതിനാണ് നമ്മൾ ആ വാക്സിൻ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അപ്പോൾ ഇമ്മ്യൂണിറ്റി എങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ വാക്സിനിലൂടെ കിട്ടിയതാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഇമ്മ്യൂണിറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. പുറത്തുനിന്ന് ഈ മറ്റേ ഇഞ്ചക്ഷൻ വഴി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെ നമ്മൾ പറയുന്നത് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. നമുക്ക് കുറേ ഇഞ്ചക്ഷൻസ്, ഇപ്പോൾ ചെറുപ്പം മുതലേ പോളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ റുബെല്ല, അങ്ങനെ കുറേ ഇഞ്ചക്ഷൻസ് നമ്മൾക്ക് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ 2 പാരഗ്രാഫിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിവിടെ കണ്ട ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റീൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പറയുന്നത് പോളിയോ, ഹെപ്പാറ്റൈറ്റിസ് ബി, ഇങ്ങനെ സ്മോൾ ബോക്സ്, ഇതിനൊക്കെ എതിരെയുള്ള നമുക്ക് ഇഞ്ചക്ഷൻസ് നമുക്ക് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജസിൽ 2 വരുന്നത് വാക്സിനേഷൻ ചാർട്ടാണ്. നിങ്ങൾ ചെറുപ്പം മുതലേ എന്തൊക്കെ ഇഞ്ചക്ഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു ഇതാണ്. അത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് തന്ന 3 ഇഞ്ചക്ഷൻ, OPV, BCG, ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്, അതിനൊക്കെ ഫുൾ ഫോം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് നിങ്ങൾ തന്നിട്ടുണ്ടാവും എന്നുള്ള 2 ചാർട്ട് നിങ്ങൾക്ക് പേജ് നമ്പർ 36 തന്നിട്ടുണ്ട്, പേജ് നമ്പർ 37 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. അതായത് ടൈം ഓഫ് ബർത്തിൽ ഏതായിരിക്കും, 6 വീക്കിൽ 10 വീക്കിലാണ് ഒരു കുട്ടി മുതൽ ഒരു വലുതാവണ വരെ ഉണ്ടായിരിക്കുന്ന ഇഞ്ചക്ഷൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പ്രിവെൻറ്റേറ്റീവ് വാക്സിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഏതൊക്കെയാണ് വാക്സിൻ, പോളിയോ വാക്സിൻ എടുക്കുന്ന സമയം എപ്പോഴാണ്, നമ്മൾ ചെറുത് മുതലേ എടുക്കും. പോളിയോ വാക്സിൻ എടുക്കാൻ നോക്കട്ടെ കേട്ടോ, 2 മാസം ആ ഒരു പ്രായം മുതലേ എടുത്തു വരുന്ന ഒരു വാക്സിനാണ് പോളിയോ വാക്സിൻ. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിനെതിരെ. പിന്നെ ടെറ്റാനസ് വന്നിട്ട് ടെറ്റാനസ് എന്ന് പറയുന്ന അസുഖത്തിനെതിരെ. അതുപോലെ 2 എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് റുബെല്ല വാക്സിൻ എഴുതാം. എത്ര വയസ്സിലാണ് എടുക്കുന്നത് റുബെല്ല? 12-15 ആ ഒരു ഏജിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അത് നമ്മളവിടെ എഴുതാം. അപ്പം എന്താ പറയുക, അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ബോക്സിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾക്ക് ഇത് അവയർനെസ് കൊടുക്കണം. അതായത് ഈ ഇഞ്ചക്ഷൻ്റെ ഇതിൻ്റെ ഡിസീസസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ഈ അസുഖങ്ങൾ ഇങ്ങനെ വരും, ഇതിനൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം. അപ്പോൾ അതിന് എങ്ങനെയൊക്കെ പറ്റുക പറഞ്ഞു, ഡ്രാമ, പപ്പട്രി, കാർട്ടൂണ്, പോസ്റ്റർ, പിന്നെ അതൊക്കെ ടീച്ചർമാർക്ക് തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പോൾ 2 പോയിന്റുകൾ നിങ്ങളവിടെ ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ ഉള്ളത്, ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ എന്താണ് ഡിസീസസ് ഒക്കെ വരുത്താതെ തടഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ പ്രിക്കോഷൻസ് പറഞ്ഞു, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതോ അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാക്സിമം വരുത്താതെ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ കഴിയണം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.